ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ സൺഡേ ഒരു അക്വേറിയം ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ അക്വ ഫിഷ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 4 നിലകളിലുള്ള ഒരു അക്വേറിയം ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാട്ടായി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെറ്റ്സ് ഒപ്പം ഫിഷ് ഫുഡും പെറ്റ്സിന് കൊടുക്കുന്ന ഫുഡും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു അക്വേറിയം ഷോപ്പാണ്, സെക്കൻഡ് പാർട്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, ഇത് ആദ്യം നോക്കുന്നതാ. ഇതാണ് നമുക്ക് ലോറി കിറ്റ് വരുന്നത്, സ്വാൻസൺ ലോറി കിറ്റ് കേട്ടോ. ഓ, നല്ല ഇണങ്ങിയ ടൈപ്പാണ്, ഇണക്കുള്ള ടൈപ്പാണ് കേട്ടോ. അതിന്റെ മേല് ഗ്രീന്, ബ്ലൂ, റെഡ്, ഓറഞ്ച്, ഗ്രീന് പറഞ്ഞല്ലേ, അങ്ങനെ വരുന്നത്. മെയില് ഇത് കയ്യിൽ കൊട്ടുന്നത്, ഫീമെയിൽ വെള്ളത്തിൽ കുളിച്ചോണ്ടാണ് അത് അങ്ങനെ. അതെ, പിന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പോലെ വെള്ളം കണ്ടാലും ഒക്കെ വെള്ളത്തിൽ ചാടി വെക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികളാണ്. ഇതാണ് ഡയമണ്ട് ഡൗ. അതെ, പ്രാവിന്റെ ഒക്കെ ഒരു ഇത് കുട്ടിയാവൂല്ലേ അത് കാണുന്നത്? അതെ, സൂലൊക്കെ വരുന്നുള്ളൂ. സൂല് വരുന്നുള്ളൂ. ഇവരിവിടെ കുറെ ബ്രീഡായോ? അതുപോലെ കുറെ ബ്രീഡ്, ആ ചട്ടിയിലൊക്കെ ബ്രീഡായി അങ്ങനെ തന്നെ ആയത് തന്നെയാണ്. കുറച്ച് കൊന്നിട്ടുള്ളതിന് അപ്പൊ അത് അതിലത് മുട്ടിട്ട് കെടുക്കണൊക്കെ ഉണ്ട്. ഇവിടുന്ന് കൺഫേം ആയിട്ട് കൊടുക്കാണ്ട്. അതെ അതെ, ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 900 ആ റേഞ്ചിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ, സ്റ്റാർട്ടിങ്. ഇതുവരെയാണ് കുമരി. അതെ അതെ, പ്രാവിന്റെ എഴുന്നേറ്റപ്പെട്ട സാധനം തന്നെയാണ്. വൈറ്റ് കളർ, ഫുൾ വൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ റിംഗ് നെക്ക് 6 ഇഞ്ചിന് വരുന്നുണ്ട്. ഇത് പെയർ 1500 ആ റേഞ്ചിൽ നമുക്ക് പെയറായിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചട്ടിയിലൊക്കെ എഗ് ചെയ്ത് ബ്രീഡ് ആയതുണ്ട്. 2-3 പീസ് ഇവിടെ ചെറുത് ഉണ്ടായത്, വളർന്ന് വലുതായത് തന്നെയാണ്. ഇവരാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്. അതെ, ലൂട്ടിനോ പീസുകളാണ്. ഫിഷർ ഒരു പീസുള്ളൂ, 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഇത് 2000 രൂപ ആ റേഞ്ചിലാണ് ഇതിൻ്റെ. അതെ, സ്റ്റാർട്ടിങ്. ഇവരും ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തന്നെയാണ്. ആൽബിനോ പീച്ച് എന്നൊക്കെ പറയും. റെഡ് ആയിക്കാരം വരാം. ഈ കളറിന് ഉണ്ടാവുള്ളൂ. അതെ അതെ, ഫുൾ വൈറ്റ് ആയിക്കാരം അവർ വരാം. ഇതിപ്പോൾ എങ്ങനെ റേറ്റ് വരുന്നത്? അത് തന്നെ 3000 പെയർ, 3000 ആ റേഞ്ചിൽ കൺഫേം പെയർ നമുക്ക് എടുത്ത് കൊടുക്കാം. ഞാൻ സൺചീക്ക് കൊനൂർ, നമ്മളെ പൈനാപ്പിൾ കൊന്നൂർ ആ റേഞ്ചിലേക്ക് അതേപോലെ തന്നെ കാണാനുണ്ടാവും. പക്ഷെ കുറച്ചും കൂടി യെല്ലോ വരും, ആൻഡ് റെഡ് വളരെ കൂടുതലായി കാണും. ഇത് പക്ക ബ്രീഡിങ് പെയറാണ്. അതാണ് ഒരുമിച്ച് അങ്ങനെ ആ ഒരു നിൽക്കും നിൽക്കുന്നത്. ഇതാണ് സൺ കൊന്നൂർ. അതെ, ബ്രീഡിങ് പെയർ തന്നെയാണ്. പെയർ നമുക്ക് ഇനിയും അവൈലബിൾ ആയിട്ടുള്ള സെമി അഡൾട്ട് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ തന്നെ. ഹാൻഡ് ഫീഡ് ചിക്കും ഉണ്ട്. ഇവർ ഹാൻഡ് ഫീഡ് ചിക്കിന് ഇറക്കിയ ബേർഡാണ്, ബ്രീഡിങ് പെയറാണ്. ഇതാണ് ക്രിംസൺ ബില്ലിഡ് കൊന്നൂർ. അതെ, എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ആ റെഡ് കളർ നല്ല രീതിയിൽ വരും. അതാണ് ക്രിംസൺ ബില്ലിഡ് കൊന്നൂർ. കണ്ടോ, ഒരു പീസേ ഉള്ളൂ. മെയിലാണ്, DNA അവൈലബിൾ ആണ്. അത് പൈനാപ്പിൾ കൊന്നൂർ. അതെ, പൈനാപ്പിൾ കൊന്നൂർസാണ്. ഇതും ബ്രീഡിങ് പെയറാണ്. രണ്ടും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ല, കൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ്, തല കുത്തി ഇങ്ങനെ നിൽക്കുക. ഇത് കോക്ടെയിൽ ഇനത്തിൽപ്പെട്ടതാണ്. കോക്ടെയിൽ വൈറ്റ് ഫേസ് എന്നൊക്കെ പറയും. വൈറ്റ് ഫേസ്, അതാ വൈറ്റ് ഫേസ്, അതാ വൈറ്റ് ഫേസ് ആയിട്ടുള്ള പേരാണ് കോക്ടെയിൽ ഇനത്തിൽപ്പെട്ട കേട്ടോ. അതെ, പെയറായിട്ട് 2 പെയറായിട്ടാണ് വേണ്ടത്. അതെ അതെ, അത് 3000 ആ റേഞ്ചിലേക്ക് വരും. 3000-3500 ആ റേഞ്ചിലൊക്കെ വരും. ഇതാണ് ഗോൾഡൻ പിഞ്ചസ് എന്നാണ് സാധനം. അതെ അതെ, അത് 2 ഫീമെയിലാണ് നമ്മളെടുക്കുന്നത് ഇപ്പോൾ. അതെ, മെയിൽ കുറച്ചുകൂടി കളർ വരും. മെയിൽ. അതെ,
ഇതാണ് ഹെലികോപ്റ്റർ ബഡ്ജീസ് ഹെലികോപ്റ്റർ ബഡ്ജീസ് ആൻഡ് ഷോ ബഡ്ജീസ്. പുറത്ത് ചിറക് ഇങ്ങനെ ഫെദേഴ്സ് പൊന്തി നിൽക്കുന്നതാണ്. അതാണ് ഹെലികോപ്റ്ററിൻ്റെ ചിറക് പോലെ അതേപോലെ വരുന്ന സാധനങ്ങൾ. അങ്ങനെയുള്ളൊരു ബ്രീഡാണ്. ഇതിന് 3000 ആ റേഞ്ചിൽ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതാ ഷോ ബഡ്ജി. ഇതാ അതെ, അതാണ് ഷോ ബഡ്ജീസ്. നോർമൽ ലവ് ബഡ്ജിനെക്കാട്ടും അതിന് ഡബിൾ സൈസ് കൂടുതലായി കാരണം ഷോ ബഡ്ജീസ് എന്ന് പറയും. അതെ, അത് 2500. ഇതാണ് വൈറ്റ് ജാവ. വൈറ്റിൽ പലതും അതിൽ റെഡ് ഐസ് വരുന്ന ജാവയുണ്ട്. അതെ, ഫോൺ കളർ വരുന്ന ഒരു പീസും ഉണ്ട്. അങ്ങനെയാണ്. ഇത് പേര് 1300 ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കും. അതെ, ഇതാണ് ഡോർഫ് എന്ന് പറയും. ഡോർഫ് എലിവർക്കത്ത് പെട്ടെന്ന് തന്നെയാണ്. ഹാംസ്റ്റർ അല്ല, ഹാംസ്റ്റർ പോലെ തന്നെ ഡോർഫ്. ഹാംസ്റ്റർ, സിറിയൻ ഹാംസ്റ്റർ, ഡോർഫ് ഒളിച്ചു പോകും. അങ്ങനെ ഒളിച്ചിരിക്കും. അങ്ങനെ ഉറക്കാണ് മെയിൻ. അതെ, ഇതിലും അതന്നെ. ഇത് സിറിയൻ ഹാംസ്റ്റർ ആയിക്കോട്ടെ. ഇവരും അതേപോലെ തന്നെയാണ്. ഒരു പീസുള്ളൂ. അതെ, അല്ല ഒരു പീസല്ല, അതിന് 4-5 പീസുണ്ട്. എല്ലാവരും കുഴി പിടിച്ച് കിടക്കുകയാണ്. കണ്ടാ, ഇത് നമുക്ക് പെയർ 1200 ആ റേഞ്ചിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ, പെയറായിട്ട് തന്നെ കൊടുക്കാം. പെർഫെക്റ്റ് മെയിലും ഫീമെയിലും എടുത്ത് നമുക്ക് കൊടുക്കാം. രാത്രി കൂടുതൽ ആക്റ്റീവ് ആകും. പകലൊക്കെ അതാ അതേപോലെ ചുയിന്ന് കിടക്കും. ഇതിനോ അതും പീസ് 600 ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കും. 1200 ആ റേഞ്ചിൽ കൊടുക്കും. അത് ശരിക്കും പ്യുവർ എലിമായി തന്നെ. അതെ അതെ, ഇതൊരു ഹാംസ്റ്ററിന്റെ ലുക്ക്. ഇതൊക്കെ ഫീഡ് എന്താണ്? ഫീഡ് നമ്മൾ ഫ്രൂട്ട്സ് ആണ് വെച്ചെടുക്കല് മെയിനായിട്ട്. ഫ്രൂട്ട്സ്. ഇത് നമ്മൾ നോർമൽ ഹാംസ്റ്റർ. അതെ, നോർമൽ ഹാംസ്റ്റർ ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ബ്രീഡിംഗ് പെയറാണ്. അതെ അതെ, ബ്രീഡിംഗ് പെയറാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കറക്റ്റ് വരുന്നതാണ് കേട്ടോ. കറക്റ്റ് കൺഫേം ആയിട്ട്. മെയിൽ ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ. ഇതാണ് ഫീമെയിൽ ഉറങ്ങിയിരിക്കും. ഹാംസ്റ്ററിന് ഇപ്പം എന്താ റേറ്റ് വരുന്നത്? ഹാംസ്റ്റർ വലുതാണ്. ഇത് 1300 1400 റേഞ്ചിലാണ്. അവർ ടാങ്ക് സെറ്റപ്പ് എങ്ങനെയല്ലേ? അതെ, അക്കോറിയം വെച്ചിട്ട് ഇത് മൂടിയൊക്കെ ഉണ്ടേ? ഇല്ല, വേണ്ട, അത് കയറൂല. കയറാൻ സാധിക്കില്ല. അടുത്തത് ഹെഡ്ജോഗ്. മുള്ളമ്പന്നിന്റെ ഒരു വെറൈറ്റി. ഒന്നും ചെയ്യില്ലേ? ഇല്ല, ഇവരും പകല് കിടന്നിട്ട് രാത്രിയാണ്. അതെ അതെ, ആ ഒരു രീതിയിൽ പെട്ടതാണ്. ഇത് പെയറായിട്ടുണ്ടോ അവിടെ? അതെ, പെയറാണല്ലോ. അത് കുട്ടിയാണ്. പെയർ ഇതാ വലുത്, മെയിലാണ്. ഇപ്പം നമ്മൾ എടുത്തത് മെയിലായിരുന്നു. അതെ, ഇത് ഫീമെയിൽ. പിന്നെ കുറച്ചുകൂടി തടി ഉണ്ടോ അല്ലേ? അല്ല, അത് ചെറുതാണ്, ഇത് വലുതാണ്. കണ്ടോ, ഇതിന് ഉള്ളിലേക്ക് പോകണുണ്ടോ? മെയിനായിട്ട് സേഫ്റ്റി. അവർക്ക് വലിച്ചിറക്കണമൊന്നും പറ്റില്ല പകല്. ഇത് നമ്മൾ ഹാംസ്റ്ററിന്റെ അതേമാതിരി തന്നെ അല്ലേ വളർന്നത്? അതെ, അതേമാതിരി അതേപോലെ തന്നെ. കുഞ്ഞുങ്ങളോ? ഇതാണ് മൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ കയ്യിൽ വളർത്തുന്ന പോലെ ഹാംസ്റ്ററോ ഹെഡ്ജോഗോ വളർത്തുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇവരെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പൈത്തന് വളർത്തുന്ന പാമ്പിന് ഫീഡ് കൊടുക്കാനാണ് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യും. പിന്നെ വളരെ കുറച്ച് ഭാഗം മാത്രമേ വളർത്താനായിട്ട് ഇണക്കി കയ്യിൽ കൊണ്ടുനടക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ വലുത്. ഇതൊക്കെ സ്മോളാണ് സൈസ്. ഇത് പീസ് വെറും നമ്മൾ പെയർ 350 ആ റേഞ്ചിലൊക്കെ കൊടുക്കും. പെയർ റേറ്റ് 175 ആ റേഞ്ചിൽ. ഇതാണ് ബംഗാൾ കാറ്റ് മെയിൽ. ബംഗാൾ കാറ്റ് നോർമൽ പേർഷ്യൻ കാറ്റിന്റെ പോലല്ല. ബംഗാൾ കാറ്റ് സ്റ്റഡ് മെയിലാണ്. അതെ അതെ അതെ, നല്ല അണുക്കളാണ്. കാണുന്ന പോലെയല്ല, ആള് വളരെ പാവമാണ്, സോഫ്റ്റാണ്. കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമാണെന്നൊക്കെ തോന്നുന്നു. അവന് ഇവിടെ 1-2 പ്രാവശ്യം വീട് ഏൽപ്പിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ട്.
പിന്നെ പക്ഷികൾക്കുള്ള കൂടുകൾ ചെറിയ കൂടാണിത്, ചെറിയ കൂടാണ്. ഇത് അതിൻ്റെ നേരെ വലിയ കൂടുണ്ട്. ഫീഡിങ്ങിന്റെ അതെ, ഫീഡിനനുസരിച്ച് സെറ്റപ്പ് ഉണ്ട്, അതിലുണ്ടാവുന്നതാണ്. ട്രേ ആണ് മെയിൻ. വേസ്റ്റ് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ചെറിയ ചെറിയ ഇത് തത്തക്കൂട് ആ റേഞ്ചിലൊക്കെ വരും. കാറ്റിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രോങ് ആയതുകൊണ്ട്. ഇത് കോക്ടെയിലിൻ്റെ കുഞ്ഞുങ്ങൾ, ആൻഫീഡ് കുഞ്ഞുങ്ങൾ. ഇത് നമുക്ക് ചെറുപ്പത്തിലെടുത്തു കഴിഞ്ഞാൽ എന്താക്കുക, നമ്മൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇണങ്ങി വരും. കോക്ടെയിലിൻ്റെ ഇതിൽ നമ്മൾ ആൻഫീഡാണ് ഇപ്പോൾ കൊടുക്കുക. അതിപ്പോൾ ഇങ്ങനെ സിറിഞ്ച് വെച്ച് കൊടുത്താൽ തന്നെ ആളെന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തോളും. ഇത് പീസിന് 1500 എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കോക്ടെയിലിൻ്റെ ചിക്കനാണ്. ഇനി പറ്റ ചെറിയ കുഞ്ഞു വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഏകദേശം ചെറിയൊരു കുഞ്ഞാണ്. ആ, ഇനി അതിൻ്റെ ഗ്രീൻ ചിക്ക് പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റി ഉണ്ട്. അതും ഹാൻഡ് ഫീഡ് ആയിട്ട് അതിന് ഏകദേശം 2.5 റേഞ്ച് വരും. അത് ലോറി. ഇത് 14 അത് ഹാൻഡ് ഫീഡ് ആയിട്ട്. ബീഡേഴ്സ് സെറ്റാക്കി കൊടുത്താൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വാങ്ങും ചെയ്യും. ആ, നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നതും. ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇത് കോഴികളെ ഐറ്റംസ് ആണ്, ഫാൻസി നാടൻ. അതിൽ നമുക്ക് സിൽവർ ഫയോമി ഉണ്ട്, പിന്നെ സോണാലി നാടൻ എന്ന് പറഞ്ഞാൽ 2 വെറൈറ്റി ഉണ്ട്. അതിൽ അതൊക്കെ 2 മാസത്തിൻ്റെ മേലെ പ്രായമുള്ള കുട്ടികളാണ്. ഫാൻസിൻ്റെ ഒരു വെറൈറ്റി പെട്ടാണ്. അത് നമുക്ക് പീസിന് 300 ആ റേഞ്ചിൽ വെച്ചാൽ കൊടുക്കുന്നത്. ഫയോമികളാട്ടോ, സിൽവർ ഫയോമി എന്ന ബ്രീഡാണ്. ഇത് ടർക്കി കോഴി ഉണ്ട്, അതുപോലെ തന്നെ ഗിനിക്കോഴി ഉണ്ട്. ഇതിൽ നമുക്ക് ടർക്കി കോഴി ആണെങ്കിൽ 2 കളറുണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ നോർമൽ കളർ ഉണ്ട്. ഇത് ഗിനിക്കോഴി ആണെങ്കിൽ 2 പീസിന് 400 വരുന്നുണ്ട്. ടർക്കി ആണെങ്കിൽ ഏകദേശം 700, 650 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് ബാൻഡം വെറൈറ്റി പെട്ട കോഴികളാണ്. ഇത് നമുക്ക് പേരിന് ഏകദേശം ഒരു 1500, 1400 ആ റേഞ്ച് മുട്ടയിടുന്ന കോഴികളാണ്. ഇത് മെയിലുണ്ട്, 2 ഫീമെയിലും ഉണ്ട്. പേർ റേറ്റ് ആണ് പറയുന്നത്. ഇത് ബ്രഹ്മന്റെ വെറൈറ്റി പെട്ടാണ്. ബഫ് ബ്രഹ്മ പറഞ്ഞ വെറൈറ്റി ആണിത്. മെയിലും ഫീമെയിലും. ഇത് മെയില് റെഡ് കളറുള്ളത്, ഫീമെയിൽ എഗ് ചെയ്യുന്ന പേരാണ്. ഏകദേശം ഒരു 2500 ആ റേഞ്ച് പേരിന് റേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ബ്രോയിലർ നാടനോട് മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് ഫീമെയിലാണ്, ഡെലിവറിക്ക് എടുത്തിട്ടുള്ള ഫീമെയിലാണ്. നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. കിട്ടും. ഇത് നമുക്ക് പീസിന് ഒരു 400 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇത് നമുക്ക് ഏകദേശം ഒരു 7-8 കിട്ടും, ഒരുപാട് കുട്ടികൾ കിട്ടും. നല്ല വെറൈറ്റി കളറാണ്, ഓറഞ്ച് കളറ്. ഇത് അതുപോലത്തെ ഒരു ബ്രീഡ് തന്നെയാണ്, മിക്സ് ആയിട്ടുള്ളത്. മെയിലാണ്, അതാണ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുള്ളതല്ല. അതുപോലെ വന്ന് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യുന്ന മൊയിലുകളാണ് ഫുള്ള്. ഇതും പീസിന് ഏകദേശം 400 വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ബ്രൗൺ കൂടി മിക്സ് ആയിട്ടുള്ളത് വലിയൊരു മെയിൽ റാബിറ്റാണ്. നമുക്ക് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഏജ് ഉള്ളതാണ്. അത്യാവശ്യം സൈസുള്ളൊരു മെയിലാണ്. നല്ല ലൈനേജ് ബ്രീഡാണ്. ബ്രോയിലർ ലൈനേജ് ഉള്ള സാധനമാണ്. ഇറച്ചിക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ഇതൊക്കെ പീസിന് 400 വരുന്നത്. ഫാൻസി കാർഡാണ്, ബോബ് വൈറ്റ് പറഞ്ഞാണ് ഇതിൻ്റെ നെയിം വരുന്നത്. അതൊരു സിൽക്കി ടൈപ്പ് ആയിട്ട് വരുന്നതാണ്, ഫില്ല് മോഡൽ വരുന്നതാണ്. ഇത് ഏകദേശം പീസിനൊരു 1500, 1400 റേഞ്ച് വരുന്നത്. ഫുള്ള് മെയിലുകളാണ്. ഫീമെയിൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കില്ല, ആണെങ്കിൽ നമുക്ക് ഉടനെ എത്തിക്കാം സാധനം. ഫാൻസി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ വേറിയലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത് ചൈനീസ് കാർഡ് എന്നൊക്കെ പറയും, അതായത് ബട്ടൺ കോളി എന്നൊക്കെ പറയും. ഇത് നമുക്ക് അവേറിയലൊക്കെ മെയിനായിട്ട് ആളുകൾ കൊണ്ടുവന്നത്.
അല്ലാതെ ഫുഡും വേണ്ട, നമുക്ക് അയച്ചു വിട്ടാൽ നല്ല കൂളായിട്ട് വളർത്താൻ പറ്റിയൊരു സാധനമാണ്. എഗ്ഗും ചെയ്യും അത്യാവശ്യം. അതെ, ബ്രീഡാവോ? ചില ചുരുങ്ങിയ ചില ടൈമിൽ മാത്രമേ ബ്രീഡ് ആവുള്ളൂ. അത്യാവശ്യം മുട്ടയിടും ചെയ്യും. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതിപ്പോൾ എന്ത് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് പേരിനൊരു 400 രൂപ ഒക്കെ കൊടുക്കാം. നമുക്ക് ഹോൾസെയിലായിട്ടും കൊടുക്കാം. സാധനം ഓർഡർ അത്യാവശ്യം ഉണ്ടാവും, സാധനം ഉണ്ടാവും, എല്ലാ സാധനങ്ങളും. കൊച്ചിൻ ബാൻഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിൻ്റെ ഒരു 3 മാസമൊക്കെ ആകാറായ 2 മെയില് കുട്ടികളാണ്, പൂവന്മാരാണ് 2 ഇത് ഏകദേശം നമുക്ക് പീസിനൊരു 300 രൂപ റേഞ്ചൊക്കെ വരുള്ളൂ. നല്ല കളേഴ്സ് ഉള്ളതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് വരുന്നതാണ്. ബ്രീഡിങ്ങിനൊക്കെ തുടങ്ങാൻ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്, വളർത്താൻ പറ്റിയതാണ്. ഫീമെയിൽ ഇല്ല, ഫീമെയിൽ കഴിഞ്ഞതാണ്. ഫ്ലൈൻ ഡക്ക് എന്നൊക്കെ പറയും. വൈറ്റ് കളറാണ് ഇത്. നമുക്ക് ഏകദേശം പേരിനൊരു 400 രൂപ റേഞ്ചൊക്കെ വരുള്ളൂ. ഏകദേശം 2 സൈസുള്ള കുട്ടികളുണ്ട്, ഒരു 2 മാസം ആയതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി വളർത്തിയിട്ട് ഓരെന്നെ മുട്ടയിട്ട് അവിടെ ഇരുന്ന് വിരിയിപ്പിക്കും. വീട്ടിലൊക്കെ സുഖമായിട്ട് വളർത്താൻ പറ്റിയ സാധനമാണ്. വരുന്ന കേജാളാണ് ഇത്. 2 അള്ളി മുതൽ 10 അള്ളി വരെയൊക്കെ ഉള്ളതൊക്കെ സ്റ്റോക്കിലുണ്ട്. ഇത് 2 അള്ളി, ഇത് നീളത്തിൽ ഇങ്ങനത്തെ ഹൈറ്റിലുള്ള 2 അള്ളി. ഇത് 6 കള്ളി വരുന്നത്. അതൊക്കെ ഏകദേശം 1850 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് 950 നല്ല സെറ്റായിട്ട് വെക്കാൻ പറ്റിയത്, പ്രാവിൻ്റെ മാത്രം. കണ്ടില്ല, ഇത് 3 കള്ളിയാണ്. ഇത് അതിൻ്റെ 4 കള്ളി. പിന്നെ ഇത് ഏറ്റവും അടിയിൽ വരുന്നത് 10 കള്ളിയൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് കണ്ടില്ല, ഏറ്റവും താഴെ 10 കള്ളി നല്ല ലെങ്ത്തുള്ള കൂടാണ്. നമുക്ക് എന്തിൻ്റെയും മേലൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. 10 ജോഡിയിൽ പോകും. ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സീനറീസ്. ഇത് മീറ്റർ കണക്കിനാണ് റേറ്റ് വരുന്നത്. ചില്ലറ ഡിഫറൻസിൽ നമുക്ക് എന്താ ചെയ്യുക, അടിക്കണക്കിലും റേറ്റ് ഇട്ട് കൊടുക്കലുണ്ട്. ഒരു അടിക്ക് ഒരു 30 രൂപ 40 രൂപ ഇങ്ങനെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് വരും. ആക്വറത്തിൽ വെക്കുന്ന ടോയ്സുകളാണ്, കപ്പൽ വാരുത്തതും ഒക്കെ വരുന്ന ഐറ്റംസാണ്. ഇതിൽ തന്നെ എയർ പമ്പുമ്പോൾ കണക്ട് ചെയ്തിട്ട് വരുന്ന ഇത് ജസ്റ്റ് ഇങ്ങനെ കളിക്കും. അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. അങ്ങനെ വരുന്ന ഐറ്റം ഉണ്ട്. ഇത് പ്ലാന്റിന്റെ സെക്ഷനാണ്. ഈ പ്ലാസ്റ്റിക് പ്ലാന്റ് അതിൽ 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റിന് ഏകദേശം 600 രൂപ, ഹെവി സൈസിനൊക്കെ 600 രൂപ ആ റേഞ്ചുള്ളൂ ആകെ വരുന്നുള്ളൂ. അതിൽ ഇനി 10 രൂപേൻ്റെ പ്ലാന്റ്സും വരുന്നുണ്ട്. ഇത് ഫിൽറ്റേഴ്സ്, ക്യാൻസറി ഫിൽറ്റർ. പുറമേ യൂസ് പലതരം കമ്പനീൻ്റെ ഉണ്ട്, RSൻ്റെ ഉണ്ട്. UV സപ്പോർട്ട് ആയിട്ടുള്ളത്. ഓരോ സൈസിനനുസരിച്ച് അതിൻ്റെ സൈഡിൽ അതിൻ്റെ കപ്പാസിറ്റി എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം കണ്ടില്ലേ 750 ലിറ്ററൊക്കെ ഉള്ളത്. മാക്സിമം ഇതിൻ്റെ നേരെ കുറച്ചും കൂടെ വലിപ്പമുള്ള RSൻ്റെ 95 ആണെന്നുണ്ടെങ്കിൽ 1100 ലിറ്റർ ഒരു അവറിലുള്ള കണക്കാണ്, ഒരു മണിക്കൂറിൽ. ഞാനിപ്പോൾ UV ഫിൽറ്റർ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ ഫിൽറ്റർ സൺസൻ്റെ CPF പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പസ് വരുന്നത് 2 രൂപത്തിലാണ്. അതായത് പോണ്ടിലേക്കാണ് ഇത് അധികം യൂസ് ചെയ്യുക. പോണ്ടിൽ നിന്ന് നേരെ ഇത് പോണ്ടിൽ ഒരു പമ്പ് ഇട്ടിട്ട് പമ്പ് നേരെ എന്ത് ചെയ്യും, ഈ ഫിൽറ്റർക്ക് തള്ളിക്കും. തള്ളിച്ച് കഴിഞ്ഞിട്ട് നേരെ അത് ക്ലീൻ ആക്കിയിട്ട് നേരെ എന്ത് ചെയ്യും, പ്യുവർ വാട്ടറായിട്ട് പോണ്ടിലേക്ക് തന്നെ തിരിച്ച് ഇതിലേക്ക് വരും. അപ്പോൾ വേസ്റ്റ് മുഴുവൻ ഈ ഒരു ഫിൽറ്ററിൽ കുടുങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബാക്ക് വാഷ് അടിക്കാം. ഇതിൻ്റെ ഇവിടെ ഒരു വാൾവുണ്ട്. ഈ വാൾവ് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് ബാക്ക് വാഷ് അടിക്കാൻ പറ്റും, ക്ലീൻ ആയി പോകും. ഇതിൽ വേറൊരു മെച്ചം കൂടി ഉണ്ട്, ഇത് UV സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ ഫിൽറ്റർക്ക് വരുന്ന എല്ലാ വെള്ളവും UV നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, UV നശിപ്പിച്ചിട്ടാണ് പിന്നെ നേരെ ഈ പോണ്ടിലേക്ക് തന്നെ അയക്കുന്നത്. അപ്പോൾ വേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങും ചെയ്യും, UV നശിപ്പിച്ചിട്ട് പോണ്ടിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച് വാൾവ് തിരിച്ചിട്ട് ബാക്ക് വാഷ് അടിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യണ്ട, ആ ഒരു പർപ്പസ് യൂസ് ചെയ്യും.
അതിലെല്ലാ സൈസും ഉണ്ട്. പല സൈസിലുള്ള ആ അത് 2500 ഉണ്ട്, CPF 2500, 5000. ലിറ്ററാ പറഞ്ഞത് അല്ലേ? ആ ലിറ്റർ. ഒരു മണിക്കൂറിൽ എത്ര ലിറ്റർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? 4000 ലിറ്റർ ഒരു അവറിൽ. അതിൻ്റെ മാക്സിമം കണക്കുണ്ടാവും. 8000 ലിറ്റർ, 10000. ആ ഇത് ചെറിയ ചെറിയ ബൗൾക്കൊക്കെ വെക്കാൻ പറ്റിയ ഇത് ഓരോ പീസാണ്. 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞില്ലേ ഹാൻഡ് പ്ലാന്റ്, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്നതാണ്. എല്ലാ കളറും ഉണ്ട്. ചെറിയ ചെറിയ ഫിൽറ്ററുകൾ അല്ലേ? ചെറിയ അക്വേറിയം മുതൽ ഏറ്റവും ടോപ്പ് അക്വേറിയത്തേക്ക് വരെ വെക്കേണ്ട ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിക്ക് വരുന്ന ഫാമിക്ക് യൂസ് ചെയ്യാനുള്ള കംപ്രസർ വരുന്നുണ്ട് മേൽഭാഗത്ത്. എയർ പമ്പിൻ്റെ കംപ്രസർ വരുന്നുണ്ട്. പിന്നെ അതിൽ വെക്കുന്ന സ്പോഞ്ച് ഫിൽറ്റേഴ്സ് എല്ലാ സൈസും ഉണ്ട്. ഇത് മൊയ്ന അരിക്കണ നെറ്റാണ്. മൊയ്ന നെറ്റ്. ഇത് 50 റുപ്യ. ഇത് തന്നെ ഡബിൾ കോട്ടിംഗ് ആണ് വരുന്നത്. ആ ഡബിൾ കോട്ടിങ് വരുന്നതാണ്, 2 കോട്ടായിട്ട്. പിന്നെ ഇത് ഫിൽറ്റർക്ക് യൂസ് ഡാമേജ് ആയി പോവും ഈ സ്പോഞ്ച് കാലക്രമേണ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പോഞ്ച് മാത്രമായിട്ടും ഇവിടെ അവൈലബിൾ ആണ്. സ്പോഞ്ച് മാറ്റിയാൽ മതി. പിന്നെ ഇത് ബ്രീഡിങ് നെറ്റാണ് വരുന്നത് സെപ്പറേറ്റ്. ഇനി ചെയ്യാൻ അറിയണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഇനി ചെയ്ത് വെച്ചതും ഉണ്ട്. ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പേര് ഗപ്പിനൊക്കെ ബ്രീഡിംഗ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ബ്രീഡിംഗ് ബോക്സ് 80 റുപ്യ. ഈ സൈസിൻ്റെ കുറച്ചും കൂടെ വലിപ്പമുള്ളുണ്ട്. 120 റുപ്യ ആ റേഞ്ച് വരുള്ളൂ. പിന്നെ ഇതിന് ഒരു ഷീറ്റിനാകെ 10 റുപ്യ വരുന്നുള്ളൂ. 3 ഉണ്ടാക്കാൻ സാധിക്കുന്നവർക്ക് ഉണ്ടാക്കും ചെയ്യാം. ബയോബോൾസ് അറിയും അക്വേറിയത്തിൻ്റെ ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഫിൽറ്റർക്ക് ഇടാൻ സൈസ് വലിയ പോണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ള ബയോബോൾസ് ഉണ്ട്. അതൊക്കെ ഏറ്റവും വലിയ സൈസ്, ഒരു ബോളിൻ്റെ സൈസ് വരുന്നുണ്ട്. അതിലൊരു 5-6 സൈസോളം വരുന്നുണ്ട് ബയോബോൾസിൽ. ആ സൈസിനനുസരിച്ച്. ഫിൽറ്റർ ഇത് JDPൻ്റെ പമ്പാണ്. നേരത്തെ നമ്മളവിടെ CPFക്ക് യൂസ് ചെയ്യേണ്ട പമ്പുകളാണ് വരുന്നത്. JDPൻ്റെ പമ്പുകൾ 1800 മുതൽ 16000. അതിൻ്റെ ഒരു കപ്പാസിറ്റി മോഡലിൻ്റെ നമ്പറിൻ്റെ പേരാണ്. പിന്നെ ഹീലിയൻ്റെ മോട്ടറുണ്ട്. JDP റേറ്റ് ചെറുതായിട്ടുണ്ടാവും, അതിന് വാട്ട്സ് കുറയും. ചില മോട്ടറിന് കമ്പനി അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ചില ബ്രാൻഡിന് റേറ്റ് വാങ്ങുമ്പോൾ റേറ്റ് കുറയും, അപ്പോൾ അതിന്മേൽ വാട്ട്സ് കൂടും. ഇതെന്താണ്, വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും വാട്ട്സിൽ കുറവായിരിക്കും. 11 വാട്ട്സ് 18 വാട്ട്സ് ഒക്കെയാണ് JDPൻ്റെ പമ്പ് വരിക. സൺസൻ്റെ കമ്പനിയാണ്. പിന്നെ ഇത് RSൻ്റെ പമ്പ്. നോർമലൊക്കെ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഈ RSൻ്റെ പമ്പ് ചെറിയൊരു ഹൈറ്റിലൊക്കെ തള്ളിക്കാൻ. ഇത് സ്പൈഡർ എന്ന് പറയും. എയറക്സി ട്യൂബിൽ കൊടുക്കാൻ പറ്റും, ഫാമിലൊക്കെ കൊടുക്കാൻ. ഇതിങ്ങനെ കറങ്ങിയിട്ട് എയർ ഇങ്ങനെ പാസ്സാവും. അതിൻ്റെ എയറക്സി ട്യൂബും ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, മുറിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. ഫുഡ് ഡിസ്പ്ലേ മേലെ സ്റ്റോക്കിലിട്ടതാണ്. ഇതൊക്കെ ഓർഡേഴ്സാണ്. ഇങ്ങനെ ഓർഡർ തരും. ഇത് 4 അടിൻ്റെ 4 അടിൻ്റെ ഓർഡർ. ഈ തിക്നെസ്സും. ഇനി ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഇതിൽ അടിയിൽ ബെൽറ്റ് വരും. ഈ അടിയിൽ 2 സൈഡിലായിട്ട് ബെൽറ്റ് വരും. മേലും ഒരു ബെൽറ്റ് വരും. ഉറപ്പിലാണ് ചെയ്ത് കൊടുക്കും. ചെയ്ത ഒരു വർക്ക് ഇത് ഏകദേശം ഫിനിഷ് വർക്ക്. മേൽഭാഗത്തും ബെൽറ്റ് ഇട്ട് കൊടുക്കും, താഴേലും നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുക്കും. ഭാവിയിൽ എന്താ കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും, വീട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് അത്യാവശ്യം 5 അടി റേഞ്ച് വരുന്നതാണ്. വീതി കുറവായി കാരണം ഇത് ചുമരിൻ്റെ ഉള്ളിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ആ സൈസാക്കി. എത്തിച്ചു കൊടുക്കും. പിന്നെ ഇമ്പോർട്ടർ അക്വേറിയം ഉണ്ട്, പല മോഡലിലുള്ളത്, പല സൈസിലുള്ളതുണ്ട്. ഇനി ഇവിടെ ഇല്ലാത്ത സാധനം ഗോഡൗണിലും ഉണ്ട്. എല്ലാം കൂടി ഇവിടെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് കുറച്ച് ഗോഡൗണിലും സ്റ്റോക്ക് ഉണ്ട്.
ഇമ്പോർട്ടർ അക്വേറിയത്തിൻ്റെ മോഡൽസ് അവിടെ ഉണ്ട്, നമുക്കത് നോക്കാം. ഇപ്പോഴത്തെ ഇമ്പോർട്ടർ അക്വേറിയത്തിൻ്റെ മോഡൽസ് വരുന്ന ടൈപ്പാണ്. ഫിൽറ്റർ ലൈറ്റ് ഒക്കെ ആയി തന്നെ വരും. കല്ലും മീനും മാത്രം നമ്മൾ എന്ത് ചെയ്യാം, എക്സ്ട്രാ എടുത്താൽ മതി. പല സൈസിലുള്ളതുണ്ട്. ഒരു പാർട്ടിക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ പർപ്പസാണ്. വീട് കൂടിയിരിക്കലിനൊക്കെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും ചെയ്യും. ഇനി സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം മണൽ, ആ വൈറ്റ് മണൽ ഇങ്ങനെ ചാടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫീലിങ്സ് കിട്ടും. വേറൊരു ചെറിയ സൈസ് വേറൊരു മോഡലില്. ഇത് മാത്രമല്ല, ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട്, ഗോഡൗണിലാണ്. ഇവിടെ സ്പേസ് കുറവായ കാരണം നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട്. ഷെൽഫായിട്ട് ഉപയോഗിക്കാതെ പോകണം. ഇതിൻ്റെ ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, 2 തട്ടൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും, ബോറല്ലാത്ത രീതിയിലുള്ള. അതിൽ തന്നെ ഫിൽറ്ററും വരും, ലൈറ്റും വരും. ബോട്ടർ അക്വേറിയമാണ്. പ്ലാന്റ് എടുക്കുക കൊടുക്കുന്ന ലൈറ്റുകളാണ്. പ്ലാന്റ് വലുതാവാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള അത് ക്ലാമ്പിങ് ഉള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രിങ് വേണം എങ്ങോട്ടും വേണമെങ്കിൽ സ്പ്രിങ് പൊസിഷൻ മാറ്റിയിട്ട് വെക്കാം. മറ്റേത് യു വി ആണ്. യുവിൻ്റെ ഇതാണ് വരുന്നത്. അതിൽ കണക്ട് ചെയ്ത് കണ്ട് വെള്ളം അടിച്ചു കൊടുക്കലാണ് വരിക. ഇത് എഗ്ഗുകൾ എഴുതിക്കൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. ഇത് ആ ഒരു ഐറ്റത്തിൻ്റെ ഇത് കൊളംബിയൻ ബ്രഹ്മ എന്നുള്ളതിന് ഷോർട്ടാക്കിയിട്ട് എന്ത് എഴുതിയാണ്, CB എന്ന് എഴുതിയതാണ്. കോഴിയുടെ ബ്രഹ്മ വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം വിരിയിപ്പിക്കാം. ഇത് പിന്നെ നാടനും ഉണ്ട്. ഇതിൽ നാടന് നമ്മൾ എണ്ണിട്ടക്കും. അങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് അത് മുട്ട ഏതാണെന്ന് അറിയാനാണ് മുട്ടമ്മ നമ്മൾ എന്ത് ചെയ്യണേ, ജസ്റ്റ് മാർക്കറായിട്ട് ഒന്ന് തടഞ്ഞിടുന്നത്. ഇതിൽ ബ്രഹ്മൻ്റെ ഉണ്ടാവലുണ്ട്. ഇത് 60 റുപ്യ ആ റേഞ്ച് വരും. പിന്നെ സാധാ ബ്രഹ്മൻ്റെ ആണെങ്കിൽ 50 റുപ്യ. പിന്നെ ഫാൻസി ആളത്തൊക്കെ ഒരു 40 റുപ്യ റേഞ്ച്. കരിങ്കോഴി ആണെങ്കിൽ ഒരു 30 റുപ്യ. നാടനാണെങ്കിൽ ഒരു 15 റുപ്യ. ആ ലെവലിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ കൂട്ടിയെടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇവിടെ ഉണ്ടാവൽ അസീലിൻ്റെ മുട്ട ഉണ്ടാവലുണ്ട്, അതായത് അങ്കക്കോഴി എന്ന് പറയും. പിന്നെ താറാവിൻ്റെ മുട്ട ഉണ്ടാവലുണ്ട്, ഗിണിക്കോയിൻ്റെ മുട്ട ഉണ്ടാവലുണ്ട്, കരിങ്കോയിൻ്റെ മുട്ട ഉണ്ടാവലുണ്ട്. പിന്നെ ഫാൻസി കോഴികളുടെ ഒരുവിധമൊക്കെ ഉണ്ടാവലുണ്ട്. ബ്രഹ്മൻ്റെ എപ്പോഴും കോമൺ ആയിട്ട് ഇവിടെ ഉണ്ടാവലുള്ളൂ. അതിൻ്റെ മദേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മളെടുത്തുണ്ട്. ഈ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ ഒറ്റ അയാളെടുത്ത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്യണുള്ളൂ. ഇത് ഡോഗിനും കാറ്റിനൊക്കെ പറ്റിയിട്ടുള്ള വലിയ കൂട്, 2.5 അടി. ഇതിൻ്റെ താഴെയുള്ള കൂടുണ്ട്. അതാ അവിടെ സ്റ്റോക്ക് എല്ലാം കൂടി സ്റ്റോക്ക് ഇടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് 2 അടി വരുന്നത്. 2 അടി വരുന്നത് അല്ലേ? പിന്നെ 3 അടി ഉണ്ട്. ഇത് 2 അടി വരുന്നത്. 3 അടി ഉണ്ട്, 4 അടി ഉണ്ട് കാറ്റിൻ്റെ കൂടെ. ഇത് ബേർഡ്സ് കേജ് ആണ്. ഇതിൽ 1.25 മുതൽ സ്റ്റാർട്ടിങ്. അതായത് 1.25 ഏറ്റവും ചെറുതാണ്. അതിൻ്റെ നേരെ വലുത് 1.5 വരും. പിന്നെ അതിൻ്റെ നേരെ 2 അടി വരും. റേറ്റ് വളരെ കുറവുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഏകദേശം 1.5-ക്ക് 700 റുപ്യ തുടങ്ങുന്നുള്ളൂ അല്ലേ? തുടങ്ങുന്നുള്ളൂ. കാറ്റിനും ഡോഗിനുള്ള ഫുഡാണ് അല്ലേ? ഡോഗിനൊക്കെയുള്ള ഫുഡാണ്. ചാക്കിന് കണക്കിന് വേണമെന്നുണ്ടെങ്കിൽ ചാക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടായതുകൊണ്ട്. പിന്നെ അത് ഫിഷ് ഫുഡിൻ്റെ ആണ്. ഫിഷ് ഫുഡിൻ്റെ കുറച്ച് ചാക്ക് കണക്കിന് കൊടുക്കാൻ വേണ്ടി ഇന്നലെ കുറച്ച് സ്റ്റോക്ക് പോയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് സ്റ്റോക്ക്. പിന്നെ ആ ഏറ്റവും മേലുള്ളത് ഡോഗിൻ്റെയും അതേപോലെ ബേർഡ്സിൻ്റെ ഒക്കെ അടിയിലുള്ള ആടിനാണ് നടുവിൽ വരുന്നത്. ആ തലക്കത്ത് വരുന്നത് ഡോഗ്സിനുള്ളതാണ്. ഈ തലക്കൽ വരുന്നതാണ് ബേർഡ്സ്, കോഴികൾക്ക് ഐറ്റംസിന് യൂസ് ചെയ്യുന്നത്. പല ബ്രാൻഡിലുള്ള ഡോഗിനും കാറ്റിനുള്ള റോയൽ ക്യാൻ്റെ ഫുഡ് ഉണ്ട്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഫുഡാണ് ഈ റോയൽ ക്യാൻ്റെ. ഡോഗ്സിനുള്ള എല്ലാവിധ റോയൽ ക്യാൻ്റെ ഫുഡ്. ഇനി ഹിമാലയയുടെ ഉണ്ട്, വിസ്കാസിൻ്റെ ഉണ്ട്. മ്യാവിൻ്റെ സ്റ്റോക്ക് ഇന്നലെ പോയതുകൊണ്ടാണ്. അത്യാവശ്യം മ്യാവിൻ്റെ സ്റ്റോക്ക് ഉണ്ടാകലുണ്ട്. മ്യാവിൻ്റെ ഓണ ഐറ്റംസ് പാക്കറ്റുകളാണ്. മ്യാവിൻ്റെ ലൂസും അവൈലബിൾ ആട്ടോ. കാറ്റ് ഫുഡും ഡോഗ് ഫുഡൊക്കെ ലൂസും അവൈലബിൾ ആണ്.
ആയിട്ട് കാൽസ്യത്തിന് വിറ്റാമിൻസിനൊക്കെ ഉള്ള മെഡിസിനാണ്. അതേപോലെ ടീ വാമിങ്ങിനുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെ വരുന്നു. ഇത് കിട്ടണ്ട കേട്ടോ. ഇത് പിന്നെ ഡോഗ്സിന് കാറ്റ്സിനൊക്കെ യൂസ് ചെയ്യണ ആക്സസറീസ്, ബെൽറ്റ്, ഒരു ബോഡി ബെൽറ്റ്, പിന്നെ റോപ്സ്, ചങ്ങല, ചെയിനൊക്കെ വരുന്നുണ്ട്. പിന്നെ കാറ്റ്സിനും ഡോഗ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷാമ്പു, അതിൻ്റെ ചെള്ള് പോകാനുള്ളത്, അതേപോലെ ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനുള്ളത്, ഇതൊക്കെ ചെള്ളും പോകാനൊക്കെ ഉള്ള നോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറാണ്. ഹിമാലയൻ്റെ പൗഡറുണ്ട്, ഹിമാലയൻ്റെ എല്ലാ ഐറ്റം ഷാമ്പു ഉണ്ട്. ഇത് ചൂണ്ടലിൻ്റെ ആക്സസറീസാണ്. അതിൻ്റെ പിന്നെ ഫ്രോഗ്, അതിൻ്റെ പൊന്ത, പിന്നെ അതേപോലെ ട്രിബിളൂക്ക്, സ്പൈഡർ ഹുക്കുകൾ, പിന്നെ അതേപോലെ നെയിലോണൊക്കെ പിന്നെ ആ സൈഡിലും ഉണ്ട്. പിന്നെ ഒക്കെ അവൈലബിളാണ്. സ്റ്റിക്ക് ഇവിടെ ഉണ്ടാവും. ഒക്കെ ഉണ്ട്, സ്റ്റിക്കൊക്കെ ഉണ്ട്, അത് ആ സൈഡിലാണ്. പിന്നെ അതേപോലെ ആ ത്രിബ് ഇതുണ്ടല്ലേ, ഹുക്ക്, ട്രിപ്പല്ലി, അതൊക്കെ ഉണ്ട് വെട്ടി പിടിക്കണം. പിന്നെ അതേപോലെ അതിൻ്റെ നെറ്റുണ്ട്, ട്രാപ്പർ. അത് ഹൈപ്രോ എന്ന് പറയും. കാർപ്പിനൊക്കെ അത്യാവശ്യം കളറും ഗ്രോത്തൊക്കെ കിട്ടാനുള്ള ഫുഡാണത്, ഹൈപ്രോ എന്ന് പറയും. പിന്നെ ഒരുവിധം ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ്. സെയിൽ ഇനിയിപ്പോൾ കൊറിയർ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കും. പെറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ ഡിമോറ അങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്യും, കൊറിയർ അയച്ചു കൊടുക്കും. അല്ലാത്ത കോമൺ ആയിട്ടുള്ള ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്, TTC ഉണ്ട്. ഒരുവിധം കൊറിയർ സർവീസസൊക്കെ നമ്മളവിടുത്തെ അവൈലബിൾ ആണ്. പിന്നെ അക്വേറിയം അതേപോലെ തന്നെ വീട്ടിൽ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് ഫുൾ ക്ലീനാക്കി തന്നിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് റെഡിയാക്കി തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. പിന്നെ ഒരു ഗ്രൂമിങ്ങും കൂടി ഉണ്ട് ഇവിടെ. ഡോഗ്സിൻ്റെ കുറച്ച് കുറവാണ്, എന്നാലും ചെറിയ ഡോഗ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഷിക്സു അങ്ങനത്തെ ഒക്കെ ചെയ്ത് കൊടുക്കും. കാറ്റ്സിൻ്റെ പിന്നെ എല്ലാം ഉണ്ട്. നെയിൽ കട്ടിങ്, പിന്നെ അതിൽ നെയിൽ കട്ടിങ് വരും, കണ്ണ് ക്ലീനാക്കൽ വരും, ചെവി ക്ലീൻ ചെയ്യൽ വരും. പിന്നെ ചെറുകിട കട്ടിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ടോട്ടൽ വാഷിങ്ങിന് വരുന്നത് 450 റുപ്യാണ്. ഇനി അഥവാ അതിൽ കുറച്ച് കട്ടിങ്സ് കൂടുതലായിട്ട് വരികയെന്നുണ്ടെങ്കിൽ, അതായത് നെയിൽ പിന്നെ കുറച്ച് ജഡം കുടുങ്ങിയതൊക്കെ ഉണ്ടാവും അത്യാവശ്യം, അതൊക്കെ കട്ട് ചെയ്തിട്ട് റെഡി ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം 700 റുപ്യ 650 ആ റേറ്റിൽ വാങ്ങും. പിന്നെ ചെറിയ കട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വാഷിങ്ങിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ബോർഡിങ് ഉണ്ട്, ബേഡ്സ് ആയാലും പെറ്റ്സ് ആയാലൊക്കെ ബോർഡിങ്ങും ഇൻക്ലൂഡ് ആണ്. അന്നില്ലായിരുന്നു, ഇപ്പോൾ ബോർഡിങ്ങും ചെയ്ത് കൊടുക്കും നമ്മൾ. അത് മേലെ തന്നെ മേലെ നമ്മൾ ഏറ്റവും ടോപ്പിൽ ബേഡ്സ് ഉണ്ടല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിനായിട്ടൊരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളവിടെ വെക്കുന്ന കിളീൻ്റെയും ആ സൈഡിലല്ല, അവിടെ ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവശ്യത്തിന് നമ്മൾ അതിനായിട്ട് വേറൊരു സെക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ അക്വേറിയം ഷോപ്പ്? അപ്പം സൂപ്പറായിട്ടുണ്ട്. 2 പാർട്ടായിട്ട് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കിയത്. 4 നിലകളിലാണ് ഈ ഒരു അക്വേറിയം ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു അക്വേറിയം ഷോപ്പിലുള്ള ഒരാൾക്ക് അക്വേറിയം ഷോപ്പിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഈ ഒരു അക്വേറിയം ഷോപ്പ് വന്നാൽ നിങ്ങൾക്ക് കിട്ടും, അത് ഹോൾസെയിൽ വിലയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. വളർത്തിയിട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.